പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിക്ക് 21 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ക്രൈംബ്രാഞ്ച്. അതേസമയം കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് വാക്കാൽ തടഞ്ഞ ഹൈക്കോടതി. തട്ടിപ്പ് കേസിൽ ലാലി വിൻസെന്റിന്റെ പങ്ക് എന്തെന്ന് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി. സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശം. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചെയ്യുന്നുണ്ട്. രേണുക, ഈ പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തുകൃഷ്ണനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ കൂടി വിട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് തടയണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? അനന്തു കൃഷ്ണൻ ഇപ്പോൾ 2 ദിവസത്തെ ഒരു കസ്റ്റഡി കാലാവധിയും കൂടാണ് ലഭിച്ചിരിക്കുന്നത്. അനന്തുവിന്റെ പനമ്പള്ളിയിലുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന ഓഫീസിൽ നിന്നും മാത്രമായി 11 അക്കൗണ്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 11 അക്കൗണ്ടുകളിൽ നിന്നും മാത്രമായി അനന്തു 5 കോടിയിലധികം അല്ലെങ്കിൽ ഒരുപാട് കോടിക്കണക്കിനുള്ള പൈസകളാണ് തട്ടിയെടുത്തിരിക്കുന്നതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരം. ക്രൈംബ്രാഞ്ചിന്റെ കൃത്യമായ അന്വേഷണത്തിലൂടെയാണ് അനന്തുവിന്റെ ഈ ഒരു കണക്കുകൾ അല്ലെങ്കിൽ തട്ടിപ്പുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ 21 അക്കൗണ്ടുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും 19 അക്കൗണ്ടുകൾ എന്നാണ് ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നത്. പക്ഷേ അതിൽ നിന്നും ക്രൈംബ്രാഞ്ചിന്റെ ശക്തമായ അന്വേഷണത്തിൽ 21 അക്കൗണ്ടുകളാണ് പ്രതി അനന്തു കൃഷ്ണന് നിലവിലുള്ളത്. അതിൽ 11 അക്കൗണ്ടുകൾ മാത്രമാണ് ഈ പനമ്പള്ളിയിലെ ഓഫീസിലുള്ളത്. ഇവിടെ നിന്നാണ് സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്കൂട്ടർ, ഇരുചക്ര വാഹനത്തിന്റെ ഒരു പദ്ധതി ഇവിടെ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. പനമ്പള്ളിയിൽ ഓഫീസിലാണ് ഇത്തരമൊരു സംഭവങ്ങൾക്കൊരു തുടക്കം തന്നെ കുറിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ 7 ദിവസം ആണ് ഈ കസ്റ്റഡി കാലാവധിക്കായി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കോടതി 2 ദിവസത്തെ കസ്റ്റഡി മാത്രമേ നൽകിയിട്ടുള്ളൂ. നിലവിൽ ഈ 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയുമായി ഈ അനന്തു കൃഷ്ണനെ എത്രയും പെട്ടെന്ന് തന്നെ എറണാകുളത്തെത്തിച്ച ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന ഓഫീസിലും മറ്റു ഓഫീസുകളിലും എത്തിച്ച തുടരന്വേഷണം ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാലി വിൽസന്റിന്റെ അഭിഭാഷകയും കോൺഗ്രസ് നേതാവുമായ ലാലി വിൽസന്റിന്റെ ഒരു ഹൈക്കോടതിയിൽ നിന്നൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് നിലവിൽ ലാലി ഈ അറസ്റ്റിൽ കേസിലെ കണ്ണൂർ പോലീസിന്റെ നടപടി പ്രകാരം അല്ലെങ്കിൽ കേസ് പ്രകാരം 7ാം പ്രതിയാണ്. പാതിവില തട്ടിപ്പ് കേസിലെ 7ാം പ്രതി കൂടിയാണ് ലാലി വിൽസന്റ്. ഈ ലാലി വിൽസന്റിന്റെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിലവിൽ ഒരു താൽക്കാലിക ഒരു ആശ്വാസം എന്ന രീതിയിൽ തന്നെ താൽക്കാലികമായി കോടതി ഇപ്പോൾ ലാലി വിൽസന്റിന്റെ ഈ ഹർജി അല്ലെങ്കിൽ ലാലി വിൽസന്റിന്റെ അറസ്റ്റ് ഇപ്പോൾ നിലവിൽ താൽക്കാലികമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്, വിലക്കിയിരിക്കുകയെന്ന് വേണം മനസ്സിലാക്കാൻ. സത്യവാങ്മൂലം കൃത്യമായി ഒരു സത്യവാങ്മൂലം ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഒരു കേസിന്റെ ഭാഗമായി എത്തേണ്ടതുണ്ട്. പാതിവില തട്ടിപ്പ് കേസിൽ ലാലി വിൽസന്റിന്റെ പങ്ക് എന്തെന്നുള്ളൊരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത അല്ലെങ്കിൽ കൂടുതൽ തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും 48 ലക്ഷം രൂപയാണ് ഈ അഭിഭാഷക ഫീസായി ലാലി വിൽസന്റിന്റെ കയ്യിൽ ഉണ്ട് അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നത്. അതിന്റെ വ്യക്തമായ ധാരണകൾ പുറത്തുവരേണ്ടതുണ്ട്. എവിഡൻസ് സഹിതം അല്ലെങ്കിൽ തെളിവുകൾ സഹിതം ഈ കേസിൽ കൂടുതൽ പങ്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ ലാലി വിൽസന്റിന്റെ അറസ്റ്റ് വിലക്കിയിരിക്കുന്നത്. ഹരിത. ശരി, രേണുകയാണ് വിവരങ്ങൾ നൽകിയത്.